ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സൺഡേയിലെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ വിചാരിച്ച് പറമ്പിക്കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക. നമ്മുടെ കൃഷി സ്ഥലത്തോടെയൊക്കെ നമ്മളൊന്ന് ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ച വിളകൾക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഏലത്തോട്ടത്തിൽ കൂടെ ഒന്ന് നടക്കാനിറങ്ങിയതായിട്ടൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഏലത്തിനകത്തോടെ ഇറങ്ങി നടക്കുന്നതും അതുപോലെ അവരോട് സംസാരിക്കുന്നതും എല്ലാം നല്ലതാണെന്ന് പറയും. കാരണം അവർക്കതൊരു സന്തോഷം. നമ്മൾ പറയില്ല, നമ്മളോട് തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ സംസാരിക്കുക അവരുടെ അടുത്തോടെയൊക്കെ പോകുമ്പം അവർക്ക് നന്നായിട്ട് നമുക്ക് വിളവുകൾ തരാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇത്. അപ്പം ഞാൻ ചുമ്മാ അപ്പോൾ ഏലത്തിനകത്തോടെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏലത്തിനകത്തോടെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറേ ചെറുതണമൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഏലക്കയൊക്കെ മൂത്തോന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കായൊക്കെയായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ എടുത്ത് വിടുന്ന കായ കേട്ടോ. കാരണം നമ്മൾ ആദ്യം കായ്ച്ച കായൊക്കെയാണ്. അപ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥയൊക്കെ ഒരുപാട് മാറിയപ്പോഴത്തേക്ക് ഏലക്കയൊക്കെ എടുക്കേണ്ട സമയമൊക്കെ ഇപ്പോഴൊക്കെ എല്ലായിടത്തും തന്നെ 1-2 തവണ കായ എടുക്കേണ്ടതൊക്കെ സമയമായതാണ്. പക്ഷേ കാലാവസ്ഥ വ്യതിയാനം മൂലം ഇപ്പോഴൊക്കെ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ പല സ്ഥലങ്ങളിലും. നമ്മുടെയൊക്കെ ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഏലക്കായി നമ്മൾ ഈ വർഷം എടുത്തിട്ടില്ല. പല സൈസ് ഏലമാട്ടോ നമ്മുടെ തോട്ടത്തിൽ കൂടെ നിൽക്കുന്നതേ. അപ്പം നമ്മൾ എന്ത് നട്ടുപിടിപ്പിച്ചാലും നമ്മൾ അവരുടെ അടുത്തോടെയൊക്കെ ഒന്ന് പോവുകയും അങ്ങനെയൊക്കെ നമ്മളൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ചെടികൾക്കും വളരെ സന്തോഷമാണ്. കാരണം അവരെ തേടി അവരുടെ ഉടമസ്ഥ മരുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോഴേ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പം ഒരു മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ അതിനിടയ്ക്ക് തെളിയുന്നത് നല്ല വെയിലാണ്, നല്ല ചൂടുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. അപ്പം ഞാനിടയ്ക്ക് ശരത്തേലൊക്കെ ഒന്ന് പിടിച്ചു അങ്ങനെയൊക്കെ ഇതിനകത്തോടെ നടക്കാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പള്ള കാണുന്നതൊക്കെ പറിച്ച് കളയുന്നുണ്ട്. പിന്നെ ചെറുതണമുണ്ട്, ചെറുതണം ഇഷ്ടം പോലെയുണ്ട്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളിതുപോലെ കുക്കിങ്ങും കൃഷിപ്പണിയും അതുപോലെ ഓരോരോ വെറൈറ്റി വീഡിയോസൊക്കെ ആണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഏലച്ചെടിയുടെയൊക്കെ ചോട്ടിൽ കൂടെ ഒരുപാട് ചെറുതണത്തിൻ്റെ ചെറിയ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കേടാന്ന് വിചാരിച്ചൊരു കുഞ്ഞ് ഏലക്ക പറിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അത് പഴമായിരുന്നു, അതിൻ്റെ ഉള്ളിലെ അരി മൂത്തതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിലകത്തങ്ങ് ക്ലാരിറ്റി അങ്ങ് കിട്ടുന്നില്ല. നല്ല കറുത്ത കുരുവായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തത് എന്തോ കേടാന്ന് ഓർത്തുകൊണ്ട് പറിച്ചതായിരുന്നു. കണ്ടാൽ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ചെറുതണത്തിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു. പിന്നെ ഇനി അടുത്ത ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഒത്തിരി സമയം ഇടുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടത്. കാരണം ഇത് കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കുകയില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാട്ടോ ഞാൻ കുറച്ച് സമയമാക്കി ഇട്ടത്. അപ്പോൾ ഇത് ഇറങ്ങി ചെല്ലുന്നിടത്തൊരു ചൊച്ചയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. ചൊച്ചയ്ക്ക നമ്മൾ ചൗചൗ എന്നൊക്കെ പറയേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അവിടെ നിന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറേ കുഞ്ഞ് ചൊച്ചയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് തോരൻ വെക്കാനും വറുത്തരച്ച് ചാറ് വെക്കാനൊക്കെ നല്ല ടേസ്റ്റാട്ടോ ചൊച്ചയ്ക്ക. ചൗചൗ എന്നൊക്കെ പറയുന്ന കേട്ടോ. ഇത് കണ്ട് നിൽക്കുന്നത്. ഇതിലൊരെണ്ണം ഇങ്ങനെ എനിക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റുള്ളൂ. അത് ഇവന് അടുത്തോട്ട് താഴോട്ട് ഇറങ്ങി പോകണമായിരുന്നു. അപ്പോൾ അത് ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.